കണ്ണൂർ കൊലപാതകത്തിന് വഴിമരുന്നിടുന്നതാര്? പയ്യന്നൂരിൽ CPIM പ്രവർത്തകൻ ധനരാജിന്റെ കൊലപാതകത്തിലുള്ള വിരോധത്തിലായിരുന്നു തുടർ കൊലപാതകമെന്ന മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പ്രധാന കേസുകളിൽ വീഴ്ച വരുത്തിയതിനാലാണ് DGP സ്ഥാനത്തുനിന്നും സെൻകുമാറിനെ മാറ്റിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം കണ്ണൂരിലെ അക്രമ സംഭവങ്ങളെ ലാഘവത്തോടെയാണ് മുഖ്യമന്ത്രി കാണുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. ഇതാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയ്ക്കായി എടുക്കുന്നത്. ശ്രീ P. ജയരാജൻ, PS സലീം, VV രാജേഷ്, ഫക്രുദ്ദീൻ, A. സജീവൻ തുടങ്ങിയവരാണ് നമ്മുടെ ചർച്ചയിലേക്ക് എത്തുന്നത്. ആദ്യം ഇന്ന് നിയമസഭയിൽ നടന്ന മറുപടിയും തുടർന്നുള്ള വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ കാണാം. പയ്യന്നൂരിൽ CPIM പ്രവർത്തകൻ ധനരാജനെ 10 BJP പ്രവർത്തകർ ചേർന്നാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിലുള്ള വിരോധത്തിലായിരുന്നു തുടർന്നുള്ള BJP പ്രവർത്തകൻ രാമചന്ദ്രന്റെ കൊലപാതകമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നിട്ടില്ല. ഇതിൽ വർഗീയവാദികൾക്കും ഭീകരവാദികൾക്കും പ്രതിഷേധവും അമർഷവുമുണ്ടെന്നും മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകി. ക്രമസമാധാന നില ആകെ തകർന്നു എന്ന നിലയിൽ ഒരു ചിത്രീകരണം ശരിയായതല്ല. DGP സ്ഥാനത്ത് നിന്നും സെൻകുമാറിനെ മാറ്റിയതിലും മുഖ്യമന്ത്രി സഭയിൽ നിലപാട് വ്യക്തമാക്കി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയ്ക്ക് DGP തന്നെയാണ് പ്രധാന ഉത്തരവാദി. ആ ഉത്തരവാദിത്വമുള്ള ഒരാളെ DGP സ്ഥാനത്ത് തുറന്നു നിർത്തുന്നതിൽ അർത്ഥമില്ല. വീഴ്ചയെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു അദ്ദേഹം. പോലീസ് ഉദ്യോഗസ്ഥരെ തലങ്ങും വിലങ്ങും സംസ്ഥാനത്ത് സ്ഥലം മാറ്റിയിട്ടില്ല. അക്രമം നടത്തിയാൽ അത് ആര് നടത്തിയെന്ന് നോക്കാതെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. അതേസമയം സംസ്ഥാനത്ത് പോലീസിന്റെ മനോവീര്യം തകർന്നതായി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ K. മുരളീധരൻ പറഞ്ഞു. മുഖ്യമന്ത്രി കണ്ണൂർ സംഭവത്തെ ലാഘവത്തോടെയാണ് കാണുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവിനെ മന്ത്രി G. സുധാകരൻ ആംഗ്യം കാണിച്ച് അധിക്ഷേപിച്ചു എന്നാരോപിച്ച് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ദൃശ്യങ്ങൾ പരിശോധിക്കാമെന്ന ഉറപ്പിന്മേൽ പ്രതിഷേധം ശമിച്ചു. എന്നാൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. നിയമസഭയിൽ നിന്നും S. ഷീജ. RSS കത്തി താഴെ വെച്ചാൽ കണ്ണൂരിൽ സമാധാനമുണ്ടാകുമെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് കേരളത്തിന് അപമാനമാണെന്നും രമേശ് ചെന്നിത്തലയുടെ ഖദറഴിച്ചാൽ RSSകാരൻ്റെ കാക്കി ട്രൗസർ കാണാമെന്നും P. ജയരാജൻ പറഞ്ഞു. CPMനെ അക്രമത്തിൻ്റെ ഉത്തരവാദികളായി കുറ്റപ്പെടുത്താൻ ചെന്നിത്തലയെപ്പോലെയുള്ള ആളുകൾക്ക് മാത്രമേ കഴിയൂ. കാരണം ചെന്നിത്തലയുടെ ഖദർ കുപ്പായം കഴിച്ചാൽ ആ ഖദർ കുപ്പായത്തിനടിയിൽ ഉള്ളത് RSSൻ്റെ കാക്കി ട്രൗസറാണ്. അതിമൃഗീയമായിട്ടൊരു കൊലപാതകം ആസൂത്രണം ചെയ്ത RSS അവരുടെ കൊലക്കത്തി താഴെ വെച്ചാൽ കണ്ണൂർ ജില്ലയിൽ സമാധാനം ഉണ്ടാകും. CPIM പ്രവർത്തകനും തുടർന്നുള്ള കൊലപാതകവും അന്വേഷിക്കാൻ 2 കൊലപാതകങ്ങളും അന്വേഷിക്കാൻ 30 അംഗ സംഘത്തെ നിയമിച്ചതായും DGP അറിയിച്ചിട്ടുണ്ട്. ഇതാണ് ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശവും. BJP ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് ശ്രീ സലീം അദ്ദേഹം പറഞ്ഞതിനു ഒന്നും സജീവൻ കേട്ടിട്ടില്ല. ഞാൻ പറയാം, രാജേഷ് എല്ലാത്തിനും മറുപടി പറയാൻ തയ്യാറ് തന്നെയാണ്. താങ്കളുടെ വിലയിരുത്തൽ പൂർണ്ണമായിട്ടും ഇടതുപക്ഷത്തെ പിന്തുണച്ചുകൊണ്ട് വിലയിരുത്തൽ എനിക്കതിന് വിയോജിപ്പില്ല. താങ്കളുടെ നിലപാട് താങ്കൾ പറഞ്ഞു. ഒന്നാമത് താങ്കളുടെ ആർഗ്യുമെന്റ് ഞാൻ ഖണ്ഡിക്കുന്നത്, രവീന്ദ്രൻ മരണപ്പെട്ടതിന് ശേഷം കണ്ണൂർ ശാന്തമായിരുന്നു. താങ്കൾ അറിഞ്ഞില്ല, തലശ്ശേരിയിൽ 2 ദളിത് പെൺകുട്ടികളെ കൈക്കുഞ്ഞിനെ ഉൾപ്പെടെ 2 വനിതകളെ ജയിലിലടച്ച് താങ്കൾ അറിഞ്ഞില്ല. ആ കുട്ടി അവരുടെ അച്ഛൻ്റെ കരണത്തടിച്ചതും താങ്കൾ അറിഞ്ഞില്ല. നിന്റെ കയ്യും കാലും വെട്ടിയെടുക്കുമില്ലെങ്കിൽ കൊലപ്പെടുത്തി കളയുമെന്ന് CPMകാർ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതും താങ്കൾ അറിഞ്ഞില്ല. കാർത്തിക് എന്ന് പറയുന്ന 2 വയസ്സുള്ളൊരു കുട്ടി, 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, അവൻ്റെ അമ്മ BJPയുടെ സ്ഥാനാർത്ഥിയായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അവരുടെ ഭർത്താവിനെ കൊല്ലാൻ ചെന്നു. ഭർത്താവ് ഇറങ്ങി ഓടി. കയ്യിൽ കിട്ടിയത് 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ. ആ കുട്ടിയുടെ കൈ വെട്ടി ആ കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ആ കുട്ടിയുടെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് സത്യാഗ്രഹം നടത്തിയാണല്ലോ, അതും താങ്കൾ അറിഞ്ഞില്ല. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ തലശ്ശേരിയിൽ ഞങ്ങളുടെ അവിടുത്തെ വനിതാ നേതാവ് ലസിത പാലയ്ക്കൽ, ലസിതയുടെ വീടിന് നേർക്ക് 4 തവണ ബോംബെറിഞ്ഞു. ലസികയുടെ കിണറിൽ, പെൺകുട്ടിയായിരുന്നു, കൊല്ലാൻ പറ്റിയില്ല, കയ്യേറ്റം ചെയ്യാൻ സാധിച്ചില്ല, കിണറിൽ മാലിന്യം കൊണ്ട് കലക്കി. ഇതും താങ്കൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ കണ്ണൂർ വളരെ ശാന്തമെന്നാണ് പറയുന്നത്. അതിനർത്ഥം BJPക്കാർക്കോ RSSകാർക്കോ എന്തെങ്കിലും ആക്രമണം നേരിട്ട് കഴിഞ്ഞാൽ ശാന്തം. CPMൻ്റെ ഏതെങ്കിലും ഒരു കൊടി എവിടെയെങ്കിലും ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ കണ്ണൂരിൽ RSS അക്രമം വിതയ്ക്കുന്നു. ഇതാണല്ലോ താങ്കളുടെ നിലപാട്. ഇത് രാഷ്ട്രീയ പ്രേരിതമല്ലേ സുഹൃത്തെ? മറ്റൊന്ന്,
ഇവിടെ താങ്കൾ പറഞ്ഞു ധൻരാജിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് രാജേഷ് ഒന്നും പറഞ്ഞില്ല, പകരം കെ.സി. രാമചന്ദ്രൻ. ഞാൻ കെ.സി. രാമചന്ദ്രൻ്റെ കൊലപാതകത്തെക്കുറിച്ച് കൂടുതലും പറഞ്ഞത്, കാരണം ഞാനൊരു BJP പ്രവർത്തകനാണ്, അദ്ദേഹം BMS പ്രവർത്തകനാണ്. ഞാൻ അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ ധൻരാജിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് ഞാൻ ആദ്യം സംസാരിച്ചു, താങ്കൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചു കാണില്ല. ഞാൻ ശ്രീ P. ജയരാജനോട് പറഞ്ഞു, ആഭ്യന്തര വകുപ്പ് നിങ്ങളുടെ കയ്യിലാണല്ലോ. ഇപ്പോൾ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആയിരുന്നല്ലോ. 1962 കേരളത്തിൽ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന കേസിലെ രണ്ടാമത്തെ പ്രതിയാരാ? അപ്പോൾ ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ധൻരാജ് കൊല്ലപ്പെട്ട് 48 മണിക്കൂർ കഴിഞ്ഞിട്ടും എൻ്റെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ധൈര്യപൂർവ്വം പറയുന്നു, RSS BJP പ്രവർത്തകർക്ക് ആ പ്രശ്നവുമായി യാതൊരു ബന്ധവുമില്ല. അതിൽ സത്യസന്ധമായ അന്വേഷണം നടത്തി, നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് അന്വേഷണം നടത്തി അതിലെ പ്രതികളെ നിങ്ങൾ പിടിച്ച് പുറത്തു കൊണ്ടുവരൂ. CPM ധൻരാജിൻ്റെ കൊലക്കേസിലെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ CPM ഭയക്കുന്നു. കാരണം അത് BJP RSSന് ഒരു ബന്ധവുമില്ല. എന്നാൽ നിങ്ങൾ എന്താ ചെയ്തത്? കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ, ഞാൻ ചോദിക്കട്ടെ, കെ.സി. രാമചന്ദ്രൻ എന്ന് പറയുന്ന കുന്നരുവിൽ നിന്നും 15 കിലോമീറ്റർ അപ്പുറം താമസിക്കുന്ന BMS പ്രവർത്തകനെ നിങ്ങൾ കൊലപ്പെടുത്തി. കാരണം എന്താ? ഉടൻ തന്നെ വിചാരണയ്ക്കെടുക്കാൻ പോകുന്ന പയ്യന്നൂരിലെ വിനോദ് വധക്കേസുണ്ടല്ലോ, CPM-കാർ പ്രതിയായിട്ടുള്ള, അതിലെ പ്രൈം വിറ്റ്നസ്സാണ് കെ.സി. രാമചന്ദ്രൻ. അതുകൊണ്ട് കെ.സി. രാമചന്ദ്രൻ ഇല്ലാതായി കഴിഞ്ഞാൽ വിനോദ് കേസിൽ ദൃക്സാക്ഷി ഒക്കറൻസ് വിറ്റ്നസ് ആരും ഉണ്ടാവുകയില്ല. നിങ്ങളുടെ പ്രതികൾക്ക് കേസിൽ നിന്നും രക്ഷപ്പെട്ടു പോകാം. മാത്രവുമല്ല, സാക്ഷി പറയാൻ കണ്ണൂരിൽ CPM എതിരാളികളായിട്ടുള്ള കേസിൽ സാക്ഷി പറയാൻ ആരെയും കിട്ടുകയില്ല. സാക്ഷികളെ ഭയപ്പെടുത്തുക, ഒരു വെടിക്ക് 2 പക്ഷി, അതല്ലേ നിങ്ങൾ കണ്ണൂരിൽ ആവിഷ്കരിച്ചത്? ഞാൻ ആവർത്തിച്ച് പറയുന്നു, ധൻരാജിൻ്റെ കേസുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. കൊലപ്പെടുത്തി ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ആഭ്യന്തര വകുപ്പ് ഇന്നലെ ഗോവിന്ദൻ മാഷ് ഞാനും തമ്മിൽ ചർച്ചയിലുണ്ടായിരുന്നു. ഗോവിന്ദൻ മാഷ് പറഞ്ഞു, ഈ ധൻരാജിനെ കൊന്ന കേസിലെ പ്രതികളൊക്കെ തന്നെ RSSൻ്റെ കസ്റ്റഡിയില്ല. ഞാൻ ചോദിച്ചു, മാഷെ കേരളം നിങ്ങളുടെ കസ്റ്റഡിയിലല്ലേ? പ്രതികൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണെങ്കിൽ കേരള പോലീസ് നിങ്ങളുടെ കസ്റ്റഡിയിലല്ലേ? കേരളത്തിൽ ഞങ്ങൾ എവിടെ കൊണ്ടുവച്ച് ഒളിപ്പിച്ചാലും അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുവാനുള്ള മെഷീനറി ഇരിക്കുമ്പോൾ നിങ്ങൾ എന്തിങ്ങനെ പറയും? നിങ്ങൾ കൊണ്ടുവരൂ, പിടിച്ചു കൊണ്ടുവന്ന് ഈ പ്രതികളെ കൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പായി കാണിക്കൂ. ആ ധൈര്യം നിങ്ങൾ കാണിക്കണം. മറ്റൊന്ന്, കേരളത്തിൽ ശ്രീ രാജേഷ്, ഈ കൊലപാതകം ധനരാജിനെ കൊന്നതുമായി ബന്ധപ്പെട്ട ഒരു കാരണവും താങ്കൾക്ക് നികത്താനാവില്ല. ഒന്ന്. രണ്ട്, ഈ കൊലപാതകം നടന്നതിന് ശേഷം നിങ്ങളുടെ ഏരിയ മീൻസ് സംഘ നിങ്ങളുടേതായ ചില പ്രയോഗങ്ങളുണ്ട്. ആ പ്രാദേശികമായുള്ള നേതാക്കന്മാർ ആരും അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതും ഒക്കെ നോട്ടബിളാണ്. ഞാൻ പറയാം. ഞാൻ ശ്രീ P. ജയരാജനോട് പറയുന്നു, ധൻരാജും BJP RSS പ്രസ്ഥാനങ്ങളുമായി പറയത്തക്ക തരത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. കാരണം ധൻരാജിൻ്റെ പ്രവർത്തന കേന്ദ്രം എന്ന് പറയുന്ന കുന്നേരു പ്രദേശത്ത് ഞങ്ങളുടെ യാതൊരു പ്രവർത്തനവുമില്ല. ഞങ്ങളും അദ്ദേഹവും തമ്മിൽ യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും കാര്യമായിട്ട് പറയത്തക്ക അഭിപ്രായ വ്യത്യാസവുമില്ല. എന്നാൽ താങ്കൾ നോട്ട് ചെയ്യൂ, 969/2013, 4/2013, 61/2013, 969/2013, 379/13, 389/2014 ഇത്രയും ക്രിമിനൽ കേസുകളിൽ ധൻരാജ് പ്രതിയാണ്. കാപ്പ ചുമത്തി അദ്ദേഹത്തെ നാട് കടത്തിയിരുന്നത്. അവസാനമായി പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകനായിട്ടുള്ള ഹന്നൻ്റെ കൈവെട്ടിയ കേസിലാണ് കാപ്പ ചുമത്തിയിട്ടുള്ളത്. നിരവധി ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്ത് അതിലേക്ക് വരാം. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഇദ്ദേഹത്തിന് അതുപോലുള്ള യാതൊരു വിരോധവും RSS BJP പ്രസ്ഥാനങ്ങളുമായില്ല. മറിച്ച് പോപ്പുലർ ഫ്രണ്ടുമായുണ്ട്, SDP-യുമായുണ്ട്, നിരവധി സാമ്പത്തിക ക്രമ കേസുകളിലുണ്ട്. കാപ്പ ചുമത്തിയിട്ടുണ്ട്. പോലീസ് ആ രീതിയിൽ അന്വേഷണം നടത്തിയപ്പോൾ പോലീസിന് മനസ്സിലായി യഥാർത്ഥ പ്രതികൾ RSS BJP-യുമായി ഒരു ബന്ധവുമില്ലാത്തവരാണെന്ന്. അതുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ വിവാദം മാറ്റിവിടാൻ വേണ്ടി ഇന്ന് കെ.സി. രാമചന്ദ്രൻ കേസിലെ പ്രതികൾക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ ഒരു മുഖ്യമന്ത്രിയുടെ നിലവാരത്തിന് ഒരിക്കലും ചേരാത്ത രീതിയിൽ കൊലയാളികൾക്ക് ആവേശം കൊടുക്കുന്ന രീതിയിൽ കേരള നിയമസഭയിൽ പറഞ്ഞത് അതൊരു രാഷ്ട്രീയ വിരോധം കൊണ്ടുള്ള കൊലപാതകമായിരുന്നു. ഭയമാണ് സാർ, ഞങ്ങൾക്ക് ഭയമാണ്. ഞങ്ങൾക്ക് പിണറായി ഒരു നിർണായക വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുന്നു. അതായത് കൊലപാതകം ചെയ്തത് അവരല്ല എന്ന് മാത്രമല്ല മറ്റു ചിലരാണ് എന്നതിൻ്റെ സൂചനകളുണ്ട് എന്ന കാര്യം കൂടി പറഞ്ഞു. താങ്കൾക്കും ഒക്കെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിലും അത് പെടുത്താവുന്നതാണ്, രാജേഷിനും P. ജയരാജനും ഒക്കെ. ഒരു കാര്യം, ശ്രീ P. ജയരാജൻ ഇന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ആദ്യമായി കൊലപാതകം നടത്തി, അക്രമം നടത്തി RSS ആണ്, അതിനെ തുടർന്നുള്ള കൊലപാതകമാണ് നടന്നത്. വസ്തുതാപരമായി തന്നെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ അത് വ്യക്തമാക്കുകയും ചെയ്തു സഭയിൽ. ഒരുപക്ഷെ RSSന് അത്തരത്തിൽ അജണ്ടകൾ ഉണ്ടാകാം. അവർ അങ്ങനെ ഒരു അജണ്ട നടപ്പാക്കുമ്പോൾ രവീന്ദ്രന്റെ കൊലപാതകത്തിന് ശേഷം സമാധാനം പുലർത്തിയതുപോലെ എന്തുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തകരെ, ഒരുപക്ഷെ പാർട്ടിയുടെ സംവിധാനങ്ങളെ കുതറി ചില പ്രവർത്തകർ
ചെയ്തതാകാം ഇത്. കാരണം മിനിറ്റുകൾ കൊണ്ടാണ് അടുത്ത കൊലപാതകം നടന്നത്. അങ്ങനെ ഉണ്ട് എങ്കിൽ അതിനെ വളരെ സമഗ്രമായി ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ആ സമാധാനം നിലനിർത്താൻ എന്തുകൊണ്ട് CPIM എന്ന പ്രസ്ഥാനത്തിന് കഴിഞ്ഞില്ല? ഇവിടെ ആദ്യമായും എനിക്ക് പറയാനുള്ളത്, ശ്രീ രാജേഷ് BJPയുടെ വക്താവായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും അദ്ദേഹം RSSകാരനാവാൻ ഏറ്റവും യോഗ്യനാണ്. കാരണം ഈ നുണകൾ പറയാനുള്ള നല്ല മെയ്വഴക്കമുള്ളവരാണ് RSSകാർ. അത് 1ാം വർഷ പരിശീലനം, 2ാം വർഷ പരിശീലനം, 3ാം വർഷ പരിശീലനം കഴിയുമ്പോഴേക്ക് നുണകളുടെ ആശാനാവും. അപ്പോൾ രാജേഷ് കറകളഞ്ഞ RSSകാർ നേതാവാൻ തികഞ്ഞ യോഗ്യതയുള്ള ആളാണ് എന്നാണ് അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞല്ലോ, അവിടെ ധനരാജന് BJPക്കാരുമായിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഒന്നാമത്തെ നുണ. ഇവിടെ നേരത്തെ ആങ്കർ പറഞ്ഞതുപോലെ മെയ് 23-ാം തീയതി അദ്ദേഹത്തിൻ്റെ വീട്ടിന് നേരെ RSSകാർ ആക്രമണം നടത്തി. രാജേഷ് ഇടക്ക് ചോദിക്കുകയാണ്, ക്രൈമുണ്ടോ? ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രാജേഷ്. മെയ് 23-ാം തീയതി യാതൊരു പ്രശ്നവും ധനരാജും സംഘപരിവാരവുമായിട്ടില്ല എന്ന് വാദിക്കുന്ന രാജേഷിന് മുമ്പിൽ മെയ് 23-ാം തീയതി ധനരാജൻ്റെ വീട്ടിന് നേരെ നടന്നിട്ടുള്ള ആക്രമ കേസുണ്ട്. അതിൽ RSSകാരാണ് പ്രതികൾ. CPMൻ്റെ പ്രവർത്തകരെന്ന നിലക്ക് പലപ്പോഴും രാമന്തലി പഞ്ചായത്തിലാണ്. അവിടെ മറ്റ് രാഷ്ട്രീയ എതിരാളികളുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ UDF ഗവൺമെൻറ് അദ്ദേഹത്തെ കാപ്പ കേസിൽ പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ RSSകാരാണ് കൊല നടത്തിയതെന്നുള്ള കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ടല്ലോ. തലേ ദിവസം പയ്യന്നൂർ ടൗണിൽ BJPക്കാർ നടത്തിയ പ്രകടനമുണ്ട്, അത്യന്തം പ്രകോപനപരമായിട്ടുള്ള പ്രകടനം. CPMൻ്റെ അവിടുത്തെ നേതാക്കന്മാരുടെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള കൊലവിളി പ്രകടനം. എന്തായിരുന്നു? പയ്യന്നൂരിൽ സംഘർഷമുണ്ടായിരുന്നോ? പയ്യന്നൂരിൽ ബോധപൂർവം സംഘർഷമുണ്ടാക്കി അതിൻ്റെ മറപിടിച്ചുകൊണ്ട് ധനരാജനെ കൊലപ്പെടുത്താനുള്ള RSS നേതൃത്വത്തിൻ്റെ കൃത്യമായ പദ്ധതിയാണ്. ഇവിടെ SFIയുടെ നേതാവായിരുന്നല്ലോ സഖാവ് സുധീഷ്. തൂക്കലങ്ങാടിയിലെ വീട്ടിൽ കിടന്നുറങ്ങുന്ന അവസരത്തിൽ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിലിട്ട് കൊലപ്പെടുത്തതിന് ശേഷം എന്താണ് ഈ രാജേഷിൻ്റെ ആളുകൾ RSSകാർ പ്രചരിപ്പിച്ചതെന്നറിയോ? ഗൗരിയമ്മ പ്രശ്നമാണ് സുധീഷിൻ്റെ കൊലപാതകത്തിന് കാരണം. CPMകാർ തന്നെയാണ് സുധീഷിനെ കൊലപ്പെടുത്തിയത്. അപ്പോൾ നിഷ്ഠൂരമായിട്ടുള്ള കൃത്യങ്ങൾ നടത്തുക, കലാപങ്ങൾ നടത്തുക, എന്നിട്ട് ആസൂത്രിതമായിട്ടുള്ള നുണ പ്രചരിപ്പിക്കുക. UPയിൽ അടുത്ത കൊല്ലം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ജയിക്കാൻ വേണ്ടി വർഗീയമായിട്ടുള്ള നിരവധി നുണപ്രചരണങ്ങൾ, വർഗീയമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ കേരളത്തിലും CPMനെ കടന്നാക്രമിക്കുക, CPMൻ്റെ പ്രവർത്തകന്മാരെ കൊലപ്പെടുത്തുക, എന്നിട്ട് ആ കൊലപ്പെടുത്തപ്പെട്ട CPMൻ്റെ പ്രവർത്തകന്മാർ മറ്റ് പലരുമായിട്ടും പ്രശ്നമുണ്ടായിരുന്നു എന്ന് പ്രചരിപ്പിക്കുക. ഈ നുണപ്രചരണമൊന്നും ജനങ്ങളുടെ അടുത്ത് വേവില്ല എന്ന് രാജേഷും RSS നേതാക്കന്മാരും മനസ്സിലാക്കണം. അതൊക്കെ ജനങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ P. ജയരാജൻ, അതായത് ഇത്തരത്തിലൊരു അജണ്ടയ്ക്ക് അവർ ശ്രമിക്കും. പക്ഷേ നാട് വിശ്വാസമർപ്പിച്ച ഒരു വലിയ പാർട്ടിയാണ് CPIM. തീർച്ചയായും അവർ ഇങ്ങനെ ഒരു അജണ്ടയിലേക്ക് പോകുമ്പോൾ രവീന്ദ്രന്റെ കൊലപാതകത്തിന് ശേഷം സമാധാനം പുലർത്തിയതുപോലെ ഇത്തവണയും സമാധാനം പുലർത്താനുള്ള നിഷ്കർഷത CPIM പാലിക്കാഞ്ഞതെന്ത് എന്നൊരു ചോദ്യം ഉയർന്നാൽ അതിനുള്ള മറുപടി ശ്രീ P. ജയരാജൻ. അതായത് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പോലീസ് റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി നിയമസഭയിൽ വ്യക്തമാക്കിയതുപോലെ ധനരാജൻ്റെ കൊലപാതകത്തിന് ശേഷം ചില അനിഷ്ട സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ അനിഷ്ട സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണ്, ഞങ്ങളത് നിഷേധിക്കുന്നില്ല. ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നാണ് അവിടെ ഒരു മരണം നടന്നിട്ടുള്ളത്. അതിനുശേഷം തുടർന്ന് യാതൊരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. അന്നേരത്തുള്ള വികാരപരമായിട്ടൊരു നിലപാടിൻ്റെ ഭാഗമായിട്ട് തിരിച്ച് ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഈ തരത്തിൽ നാട്ടിലെ സമാധാനം തകർക്കാൻ ഇടയായിട്ടുള്ള തുടക്കം കുറിച്ച കൊലപാതകം RSS നേതൃത്വം ആസൂത്രണം ചെയ്ത് നടത്തിയിട്ടുള്ള കൊലപാതകമാണ് എന്ന് മാത്രമല്ല, അതേക്കാൾ ഹീനമായിട്ടുള്ള കാര്യമാണല്ലോ ഇപ്പോൾ രാജേഷ് ചെയ്യുന്നത്. CPM പ്രവർത്തകനെ കൊലപ്പെടുത്തുക, എന്നിട്ട് ആ കൊലപ്പെടുത്തപ്പെട്ട CPM പ്രവർത്തകന് മറ്റു പലരുമായിട്ടും തർക്കമുണ്ട്, പ്രശ്നമുണ്ട്, അദ്ദേഹം ഇന്ന കേസിൽ പ്രതിയായിരുന്നു എന്നൊക്കെ നുണ പ്രചരിപ്പിക്കുക. ഇങ്ങനെ ആടിനെ പട്ടിയാക്കുന്ന സമീപനം സംഘപരിവാരം രാജ്യത്തുടനീളം സ്വീകരിച്ചു വരുന്ന സമീപനത്തിൻ്റെ ഭാഗമാണ്. അത്
ഈ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വിലപ്പോവില്ല. പോലീസ് തീർച്ചയായും. കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായും. പ്രതികളെ കുറിച്ചെല്ലാം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അത് മനസ്സിലാക്കണം. അതെ, അതെ. ഇവിടെ അതനുസരിച്ച് പോലീസ് നടപടിയാണ് എടുക്കേണ്ടത്. അതാണ് CPM പറയുന്നത്. പക്ഷേ കോൺഗ്രസ് ശ്രീ സലീം പറഞ്ഞതിനെ കുറിച്ച് കൂടി ഒരു കാര്യം എനിക്ക് പറയേണ്ടതുണ്ട്. ഇവിടെ കോൺഗ്രസ്സുകാർ വലിയ മാന്യന്മാരാണല്ലോ. അവര് അഹിംസാവാദികളാണ്, പക്ഷെ ആളെ കൊല്ലുന്ന അഹിംസാവാദികളാണ്. കണ്ണൂരിൽ എത്ര ആളുകളെ കോൺഗ്രസ്സുകാർ കൊലപ്പെടുത്തിയിട്ടുണ്ട്? കണ്ണൂർ പട്ടണത്തിൽ സേവറി ഹോട്ടലിൽ വെച്ച് ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്ന നാടുവിനെ കൊലപ്പെടുത്തിയ കേസ് ആർക്കെതിരായിട്ടാണ് അതിൻ്റെ കുന്തമുന വന്നത്? അന്ന് സുധാകരൻ്റെ സഹചാരിയായിരുന്ന ഡ്രൈവർ പ്രശാന്ത് ബാബു നടത്തിയ വെളിപ്പെടുത്തലുണ്ട്. സുധാകരൻ വിളിച്ചു വരുത്തിയ കൊട്ടേഷൻ സംഘമാണ് കണ്ണൂർ പട്ടണത്തിന്റെ നടുവിലുള്ള ഹോട്ടലിൽ നാടുവിനെ കൊലപ്പെടുത്തിയത്. ബോംബെറിഞ്ഞും വെട്ടിയും കൊലപ്പെടുത്തി നാടുവിനെ. എത്രയെത്ര സംഭവങ്ങൾ. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ്സുകാര് തീർച്ചയായും ശ്രീ പി ജയരാജൻ വ്യക്തമാണ്. തീർച്ചയായും ശ്രീ ഫക്രുദ്ദീൻ താങ്കളോട് ക്ഷമ ചോദിക്കുന്നു. ചില ദിശകളിലേക്ക് പോയത് കൊണ്ട് താങ്കളിലേക്ക് എത്താനായി. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ഫക്രുദ്ദീനിലേക്ക് തന്നെ പോകാം. ശ്രീ ഫക്രുദ്ദീൻ, താങ്കളിലേക്ക് എത്താൻ വൈകിയത് മറ്റൊന്നും കൊണ്ടല്ല, ചില പ്രത്യേക ദിശയിലേക്ക് തന്നെ പോയതുകൊണ്ട്. അതായത് ഒരു പക്ഷേ ശ്രീ പി ജയരാജനോട് ഞാൻ ചോദിച്ച ഒരു കാര്യം, അതായത് എന്തുകൊണ്ട് CPIM അത്തരത്തിലൊരു സമാധാനത്തിലേക്ക് പോകാൻ പ്രവർത്തകരെ പിടിച്ചു നിർത്താനായില്ല എന്നുള്ളത്. ഒരു പക്ഷേ മറ്റൊരു വശം കൂടി അതിനുണ്ട്. രവീന്ദ്രൻ്റെ മരണം ആഹ്ലാദ പ്രകടനത്തിനിടെ ബോംബ് സ്ഫോടനം നടത്തി കൊല്ലപ്പെടുകയും ചെയ്തപ്പോൾ അതിനുശേഷം സമാധാനം പുലർത്തി. അതൊരു ദുർബലതയായി, അതൊരു ദൗർബല്യമായി, CPIMൻ്റെ ദൗർബല്യമായി RSS കാണുന്നു എന്ന് ചില പ്രവർത്തകർ. അവിടുത്തെ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ആ പ്രവർത്തകർക്ക് തോന്നാം പാർട്ടിയെ കുതറി അവർ പോയി അത്തരത്തിലുള്ള ആക്രമണം നടത്തിയെന്നിരിക്കാം. പക്ഷേ തുടക്കമിട്ടത് RSS ആണെന്നുള്ളത് ഗൗരവമായി ചർച്ച ചെയ്യുകയും ചെയ്യണം. അല്ല, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു 3 കാര്യങ്ങൾ ഇതിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഈ ഒരു ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് വരെ പഞ്ചായത്ത് ഇലക്ഷൻ അത്യാവശ്യം വിജയമൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും അരുവിക്കരയോട് കൂടി CPM കേരളത്തിൽ ഇല്ലാതാവുന്നു. അവർ മൊത്തം കുത്തിയൊലിച്ചിട്ട് വെള്ളാപ്പള്ളിയുടെ കൂടെ പോകുന്നു. കോൺഗ്രസിന് സുഖമായിട്ട് ജയിച്ചു. ഈ CPM BJP തമ്മിലെ ഫൈറ്റ് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകളും എൻ്റെ സുഹൃത്ത് രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നെ രഹസ്യമായി ആഹ്ലാദിച്ചൊരു കാര്യം, അങ്ങനെ ചിന്താഗതി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായ സമയത്താണ് വൻ ഭൂരിപക്ഷത്തോടു കൂടി, അത് പാർട്ടിയുടെ ഏറ്റവും സെക്യുലറിസത്തിൻ്റെയും അതുപോലെ തന്നെ പാർട്ടിയുടെ ജനാധിപത്യ ബോധത്തിൻ്റെ ഏറ്റവും വലിയ വക്താവായ പിണറായി വിജയനെ വൻ ഭൂരിപക്ഷത്തോടെ കേരളം എന്നത് അധികാരത്തിലെത്തുന്നത്. അല്ലെങ്കിൽ പിണറായി വിജയനെ മുഖ്യമന്ത്രിയെ LDF ഗവൺമെൻറ്റിനെ CPMനെ തന്നെ CPI ഇല്ലാതെ തന്നെ CPM പ്ലസ് അത് മറ്റ് ഘടകകക്ഷികളും കൂടി തന്നെ ഭൂരിപക്ഷം കിട്ടുന്ന രീതിയിൽ അധികാരത്തിലെത്തി. ഇതോടുകൂടി ഈ മറപ്പടിക്കാരൻ്റെ സ്വപ്നം അങ്ങ് തകർന്നു. അത് BJPക്കാർക്ക് മാത്രമല്ല കോൺഗ്രസ്സുകാർക്കുണ്ട്. അപ്പോൾ അതോടുകൂടി ഒന്നിന് പുറകെ ഒന്നായി കണ്ണൂർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഇത് ഇലക്ഷന് തൊട്ട് മുമ്പ് പിണറായി വിജയൻ്റെ വീടിന് ഉള്ള ബാനർ കയറി, രണ്ടാമത് ആഹ്ലാദ പഠനമായിട്ട് ബന്ധപ്പെട്ടാണെന്ന പ്രശ്നം. അതിപ്പോൾ ചിലപ്പം പറയും CPM തന്നെ പ്രശ്നം ഉണ്ടാക്കിയെന്ന്, പിന്നെ ആർക്കൊന്നും പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നടന്ന ഈ രാഷ്ട്രീയ കൊലപാതകം. അപ്പം കണ്ണൂർ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അതിന് മറ്റൊരു കാരണമുണ്ട്. പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ഉടനെ ചെയ്തത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ബജറ്റ്, അങ്ങനെ ഇവരുടെ സ്വപ്നം എന്തായിരുന്നു. അപ്പം കണ്ണൂർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കണ്ണൂർ ലീഡർഷിപ്പിനെ അപഹാസ്യരാക്കിക്കൊണ്ട് അവർ അക്രമകാരികളായി ചിത്രീകരിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ തന്നെ എന്താ പറയുക പിന്നെ ടാർണിഷ് ചെയ്യാനുള്ള ഒരു ശ്രമം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കണ്ണൂരെ ഒരു രാഷ്ട്രീയ പിന്നെ ഒരു പ്രവർത്തന രീതി അല്ല, ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും കണ്ണൂർ എന്താണ്, കണ്ണൂർ മറ്റു സ്ഥലങ്ങൾ പോലല്ല. ജനങ്ങൾ അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണോ അത് ഹൃദയത്തിലേൽക്കുന്ന ആളുകളാണ്. അതിനുവേണ്ടി കൊല്ലാനും ചാകാനും ആളുകൾക്ക് മടിയില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് രണ്ട് പാർട്ടി പ്രവർത്തകർ കൊല ചെയ്യപ്പെടുന്ന അവസ്ഥാവിശേഷമുണ്ട്. സ്വാഭാവികമായിട്ടൊരു തിരിച്ചടി ഉണ്ടാവും. അത് വേറെ ആരെങ്കിലാണ് പറഞ്ഞു ചെയ്യാൻ. പിണറായി വിജയൻ സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തനമായതുകൊണ്ട് അദ്ദേഹം യാഥാർത്ഥ്യം പറഞ്ഞു. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. അല്ല സലീംക്ക് അവിടെ പറഞ്ഞ പോലെ പോലീസ് സംസാരിച്ചൊന്നും കാര്യമില്ല. യാഥാർത്ഥ്യങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടാണ് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. രണ്ട്, അവിടെ ഈ രീതിയിലുള്ള ഒരു തിരിച്ചടി കൊടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ടും CPM അവിടെ BJPനെ പേടിച്ചെടുക്കുക, CPM ഇല്ലാതായി പോകുന്നു, അല്ലെ CPM ഭരണത്തിൻ്റെ ഭാരം വന്നതോടുകൂടി ചുമലൊടിഞ്ഞു പ്രചാരണം വരികയായിരുന്നു. സ്വാഭാവികമായിട്ടും അവിടെ ആക്രമണ രാഷ്ട്രീയം നിർത്താൻ എല്ലാവരും തീരുമാനിക്കുന്നവർ, അത് സുധാകരൻ ഉൾപ്പെടെ പറഞ്ഞു. കാരണം പലപ്പോഴും RSSകാരൊക്കെ സുധാകരൻ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, അത് പലരും പറഞ്ഞിട്ടില്ല. അപ്പം സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിർത്താൻ പറ്റുക. ഇവിടെ CPMനെ ഏറ്റവും നെഗറ്റീവായി ചിത്രീകരിക്കുകയാണ്. നാലാമതൊരു കാര്യമുണ്ട്. CPMമാർ താഴെ തട്ടുന്ന വന്ന ആളുകളാണ്. ഇവിടെ ഇദ്ദേഹം പറഞ്ഞ ഈ രാഷ്ട്രീയ കൊലപാതകം കണ്ട് ആരാ തുടങ്ങി വെച്ച് ജന്മികൾ പാവപ്പെട്ട കർഷക തൊഴിലാളികളെ അടിച്ചു കൊല്ലാൻ നോക്കിയ സമയത്ത് ഈ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നത്. അപ്പോൾ അവർ പ്രതിരോധത്തിന് വേണ്ടി അവർ തിരിച്ചടിച്ചു. ഒരു പരിധി കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ ഇവരെ കൈവച്ചു. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ കഴിഞ്ഞ സമയത്ത് അവിടെ ഗണേഷ് പീഡിക്ക് വേണ്ടി RSS രംഗത്തിറങ്ങി RSS ഈ സംഘർഷം ഏറ്റെടുക്കി. അങ്ങനെയാണ് സംഘർഷം കണ്ടിന്യൂ ചെയ്യുന്നത്. അത്
എപ്പോഴും തൊഴിലാളി വർഗ്ഗം സമരം ചെയ്യുമ്പോൾ അവർക്ക് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് കാര്യമൊന്നുമില്ല. മറ്റോട് എന്ത് ചെയ്യും? നിങ്ങൾ സിനിമയിലെ കണ്ട ബാലങ്കൻ നായർ ജോണീനെ വിട്ടടിപ്പിക്കും. അപ്പോൾ ഇവിടെ മോഹൻലാൽ എന്ത് ചെയ്യും? നേരിട്ട് പോയടിക്കും. അവസാനം പോലീസുകാരെ പിടിച്ചിട്ടുണ്ടോ? മോഹൻലാലിനെ പിടിക്കും. ഈ മോഹൻലാലിൻ്റെ അവസ്ഥയാണ് CPM-ന്. അതാണ്. അതുകൊണ്ട് മോഹൻജി ഭഗവത് ഇതിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ചർച്ച പങ്കെടുത്ത മോഹൻജി ഭഗവത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്കിത് അവസാനിപ്പിക്കണം. അന്ന് ചർച്ചയിൽ ഞാനുണ്ട്, തില്ലങ്കരി ഉണ്ട്, പിന്നെ ജയരാജേട്ടനുണ്ട്. അങ്ങനെ നല്ല തീരുമാനം വന്നാൽ അങ്ങനെ ഇനീഷ്യേറ്റീവ് വന്നാൽ സീരിയസ് ആയിട്ട് എല്ലാവരും തയ്യാറായിരുന്നു. പക്ഷേ പിറ്റേന്ന് തന്നെ ഞങ്ങൾ കിട്ടിയൊരു ന്യൂസ് വെച്ചാൽ മോഹൻജി ഭാഗത്ത് പോയ ഉടനെ തന്നെ 2 DYFIക്കാരുടെ കാല് വെട്ടി. ഇതാണ് നടക്കുന്നത്. അപ്പോൾ ഒരുമിച്ചുള്ള ഒരു ഇനീഷ്യേറ്റീവിലൂടെ മാത്രമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. പരസ്പരം പരിഹരിച്ചിട്ട് ഒരു കാര്യമില്ല. അതാണ്, അത് വ്യക്തമായ കാര്യമാണ്. ശ്രീ രാജേഷ്, BJPക്ക് ഒരു MLA ആയി തിരുവനന്തപുരത്താണെങ്കിൽ പോലും അതിന് പല വിധത്തിൽ കോൺഗ്രസിന്റെ സഹായമുണ്ട് എന്നൊക്കെ CPM ആരോപിക്കുന്നുണ്ട്. അത് പോകട്ടെ. പക്ഷേ കുറെ കൂടി ഉത്തരവാദിത്തമാണ്. കാലങ്ങൾ കുറേയായി, കുറേയൊക്കെ ഉത്തരവാദിത്തത്തിലേക്ക് BJP എത്തേണ്ട സമയമായില്ലേ? BJP ഇങ്ങനെ ആക്രമണത്തിലേക്ക് പോയാൽ, ശ്രീ ഫക്രുദ്ദീൻ വളരെ നിഷ്പക്ഷമായ ഒരു നിരീക്ഷണമല്ലേ നടത്തിയത്? അവിടെ നിന്നാണ് എനിക്ക് തുടങ്ങാനുള്ളത്. ഞാൻ എന്തായാലും ഫക്രുദ്ദീൻ അലിയെ അനുമോദിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും അദ്ദേഹം വ്യക്തമായിട്ട് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതിൽ ഞാൻ അദ്ദേഹത്തെ അനുമോദിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ശ്രീ P. ജയരാജനേക്കാൾ വലിയ CPM നേതാവാണ് ഫക്രുദ്ദീൻ അലി എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ്. ഞാൻ പറഞ്ഞത് സംഘടനാ തലത്തിൽ അദ്ദേഹം മുതിർന്ന നേതാവായിരിക്കും. ഫക്രുദ്ദീൻ അലിക്ക് ഉറപ്പായിട്ടും ജയിക്കുന്ന ഒരു സീറ്റ് തന്നെ അടുത്ത പ്രാവശ്യം കണ്ണൂർ അല്ല, എനിക്ക് പൂർണ്ണമായിട്ടും പറയാൻ വേണ്ടിയാണ് ഫക്രുദ്ദീൻ പറഞ്ഞപ്പോഴേക്കും ഞാൻ മനസ്സിലാക്കിയത് നിലമ്പൂർ സീറ്റിലേക്ക് ഫക്രുദ്ദീന്റെ പേര് കൺസിഡർ ചെയ്യുന്നതാണ്. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. സെലക്ട് ചെയ്തിരുന്നെങ്കിൽ നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു. ഞാൻ ഈ ചർച്ച വഴിതെറ്റിയല്ല. ഫക്രുദ്ദീൻ പറഞ്ഞതിന് മറുപടി ഇത് തന്നെയാണ്. ഫക്രുദ്ദീൻ പറഞ്ഞതിന് മറുപടി ഇത് തന്നെയാണ്. ശ്രീ എ സജീവൻ, അതായത് കണ്ണൂരിന് പൊതുവേ ഒരു സ്വഭാവമുണ്ട് എന്ന് പൊതുവേ നമ്മൾ മാധ്യമങ്ങളൊക്കെ എഴുതി ചേർത്ത ചില രൂപങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്നത് തിരുവനന്തപുരത്തും പാലക്കാടും തൃശ്ശൂരും കഴിഞ്ഞ് 5ഓ 6ഓ സ്ഥാനങ്ങളാണ് കണ്ണൂരിനുള്ളത്. പക്ഷേ ആ കണ്ണൂരിനെ വീണ്ടും രാഷ്ട്രീയ കൊലപാതകത്തിന്റെ വേദിയിലേക്ക് ആക്കാൻ പോകുമ്പോൾ അതിൽ ആശങ്ക പുലർത്തേണ്ട ഒരു രാഷ്ട്രീയ ജാഗ്രത എല്ലാ വശത്തുനിന്നും രൂപപ്പെടേണ്ടേ? തീർച്ചയായിട്ടും അതുണ്ടാവണമെന്ന് മാത്രമല്ല, ന്യായീകരിക്കുകയും ചെയ്യരുത്. നേരത്തെ ഞാൻ രാജേഷിന് മറുപടി കൊടുക്കുകയല്ല. രാജേഷ് പറഞ്ഞു ഞാൻ ചില കാര്യങ്ങൾ കേട്ടില്ല എന്ന്. ഞാൻ ആദ്യമേ പറഞ്ഞാണ്, ഇവിടെ രാമേന്ദ്രൻ്റെ കൊലപാതകം അങ്ങേയറ്റം അപലപനീയമാണ്. അതിനെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല. ആ കൊലപാതകത്തിനെ അത് ഒന്നിൻ്റെ വികാരപ്രകടനമായിട്ട് പോലും മുഖ്യമന്ത്രി പറഞ്ഞ പോലെയോ ശ്രീ P. ജയരാജൻ പറഞ്ഞ പോലെ ഞാൻ അതും അംഗീകരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് CPM നടത്തിയെന്ന് പറയുന്ന കൊലപാതകത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല. അതേ സമയത്ത് ഈ ആദ്യത്തെ കൊലപാതകത്തെ ശക്തമായിട്ട് രാജേഷ് ആദ്യം തന്നെ അപലപിക്കേണ്ടിയിരുന്നു. സ്വന്തം ഭാഗത്ത് ഉണ്ടാകുന്ന തെറ്റുകൾ ഓരോരുത്തരും, അത് CPM ആണെങ്കിൽ CPM, BJP ആണെങ്കിൽ BJP, അതല്ലെങ്കിൽ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്, എല്ലാവരും ശക്തമായിട്ട് അപലപിക്കുമ്പോഴും തങ്ങൾ അങ്ങനെ ഒരു അക്രമത്തിന് വഴിവെക്കില്ല എന്ന് കാണുമ്പോൾ തെളിയിക്കുമ്പോഴും മാത്രമാണ് കണ്ണൂരിനെ പോലുള്ള ഒരു സ്ഥലം രക്ഷപ്പെടുത്താൻ പറ്റുക. കണ്ണൂരിൽ ഇപ്പോൾ തീർച്ചയായിട്ടും ധൻരാജിൻ്റെ കൊലപാതകത്തിലൂടെ, അത് ഒരുപക്ഷെ രാജേഷ് പറഞ്ഞ പോലെ NDFO അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട്, എനിക്കറിയില്ല, ഞാൻ അന്വേഷണ ഏജൻസിയുടെ ഭാഗമല്ല, ആരായാലും അത് ചെയ്ത് അവരാണ് ആ കൊല നടത്തിയത് ആരാണോ അവരാണ് ഇപ്പോഴവിടെ അക്രമത്തിന് വഴിമരുന്നിട്ടത്. അതിനെ പൂർണ്ണമായിട്ടും അപലപിക്കണം. രണ്ടാമത്തെ കൊലപാതകത്തെ ന്യായീകരിക്കുന്നതിൽ ഒട്ടും ശരിയല്ല. അതും അതേപോലെ തന്നെ അപലപിക്കേണ്ടതാണ്. ഇങ്ങനെ മനസ്സോട് കൂടിയിട്ട് വരികയല്ലാതെ ഒരു കാര്യം പറയുമ്പോൾ എല്ലാറ്റിലും രാഷ്ട്രീയം കാണുന്ന രീതി തെറ്റായിട്ടുള്ളതാണ്. ഇതിനെ അപലപിക്കുകയാണ് വേണ്ടത്. രാജേഷ് അങ്ങനെ അപലപിക്കണം. അത് തന്നെ ശ്രീ P. ജയരാജനും ചെയ്യണം. ഈ സലീമോ അല്ലെങ്കിൽ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അത്തരത്തിലേക്ക് വരികയാണ് വേണ്ടത്. അല്ലാതെ ഇതിന് ഓരോ കാര്യങ്ങൾ, ഇത് നമ്മളെ കണ്ണൂരിനെ വീണ്ടും ഒരു ഏതാണ്ട് രക്ഷപ്പെട്ടു വന്നിരുന്ന കണ്ണൂരിന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, നേരത്തെ രാജേഷ് പറഞ്ഞ ദളിത് പെൺകുട്ടികൾ എന്നൊക്കെ പറയുന്ന അതിൻ്റെയൊക്കെ പിന്നിലെ രാഷ്ട്രീയം നമുക്കറിയാം. അത്തരം കാര്യങ്ങളല്ലാതെ
ഒരു കൊലപാതകം ശ്രീനിവാസ് ആദ്യത്തെ ഈ ഇവിടെ രവീന്ദ്രന്റെ കൊലപാതകത്തിന് ശേഷം നടന്ന ആദ്യത്തെ കൊലപാതകം അതൊരു വലിയ പ്രശ്നമാണ്. ശ്രീ പി എസ് സലീം, രാഷ്ട്രീയമായ നിർണായകമായ ഒരു നിലപാട് ബി ജെ പിയിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിന് എടുക്കാനുണ്ട്. ഒരു മതേതര പാർട്ടിയാണ് കോൺഗ്രസ്, കേരളം ഭരിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്, ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. സത്യസന്ധമായി വസ്തുനിഷ്ഠമായി പറഞ്ഞൊരു മുഖ്യമന്ത്രിയെ ഇന്ന് നമ്മൾ നിയമസഭയിൽ കണ്ടു. പക്ഷേ കോൺഗ്രസ് ആലോചിക്കേണ്ടത് കൃത്യമായും ഒരു പാർട്ടി അധികാരത്തിലെത്തുന്ന ദിവസം ആ പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ അക്രമം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഈ ചന്ദ്രശേഖരൻ എന്ന MLA മന്ത്രി കൈകെട്ടി സത്യപ്രതിജ്ഞയിലേക്ക് എത്തുന്നത് RSS ആക്രമണത്തിലാണ്. ഈ RSSനെ ഒക്കെ നിഷ്പക്ഷതയുടെ ആടിനും ചെന്നായിക്കുമിടയ്ക്ക് എന്ത് നിഷ്പക്ഷത പറയുമ്പോൾ അതിൻ്റെ വസ്തുതാപരമായ യാഥാർത്ഥ്യം മനസ്സിലാക്കിയില്ലെങ്കിൽ അത് അക്രമകാരികൾക്കും ഫാസിസ്റ്റുകൾക്കും സഹായകമാകുമെന്ന CPIM-ന്റെ വാദം തീർച്ചയായും പരിശോധിക്കുകയും പരിഗണിക്കുകയും വേണ്ടേ കോൺഗ്രസിന്? സജീവിൻ്റെ രണ്ടാം വരവ് ഞാൻ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. അതിൽ ഒരു നിഷ്പക്ഷതയുടെ ഒരു പരിവേഷമുണ്ട്. ഇവിടെ പക്രു പറഞ്ഞതുപോലെ കണ്ണൂരിലെ കൊലപാതകങ്ങൾ ഒരു ഫ്യൂഡൽ ഇഷ്യൂ ഒന്നുമല്ല. അത് ജന്മി കുടിയാൻ സംഘർഷത്തിന്റെ ഭാഗമായി ഉണ്ടായ അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ഒന്നുമല്ല. അത് കൃത്യമായി രാഷ്ട്രീയ കൊലപാതകങ്ങളാണ്. അത് RSSും CPM-ഉം അതിജീവനത്തിന്റെ ഭാഗമായി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കൾച്ചറാണ്. ഞങ്ങളുടെ നിലപാട് ഇവിടെ ഈ അജിംഷാദ് വളരെ കൃത്യമായി ആടിൻ്റെയും ചെന്നായുടെ ഞാൻ അതിലേക്ക് പോകുന്നേയില്ല. ഞങ്ങൾ RSSനെതിരായി സംഘപരിവാറിനെതിരായി ചങ്കുറപ്പോടുകൂടി നിൽക്കുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇവിടെ രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറഞ്ഞു. രമേശ് ചെന്നിത്തല സംഘപരിവാറിനെതിരായി ശക്തമായി നിലപാട് സ്വീകരിച്ച ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശേഷം സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ രാജഗോപാലിന്റെ വോട്ട് വേണ്ട എന്ന് കേരള നിയമസഭയിൽ പരസ്യമായി പറഞ്ഞ രമേശ് ചെന്നിത്തല. സമയപരിധി ഉള്ളതുകൊണ്ടാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്ന് പറയുന്നത് 47 ബ്രിട്ടീഷുകാർക്ക് അടുത്തൊരു ശാന്തി നന്ദി പോയി എന്ന് പറയുന്ന പോലാണ്. വലിയൊരു ചരിത്രം അതിന്റെ പിന്നിലുണ്ട്. ഫ്യൂഡൽ ജന്മിമാർക്കെതിരെ തൊഴിലാളികൾ നടത്തിയ സമരത്തിന്റെ ഭാഗമാണ് അതിന്റെ രക്തസാക്ഷിയുടെ കണക്കെടുത്ത് നോക്കൂ. മഹാഭൂരിപക്ഷത്തെ ആദ്യകാലത്ത് കൊന്നത് നിങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് പഠിച്ചിട്ട് വേണം സംസാരിക്കാൻ. അല്ലാതെ വെറുതെ ജസ്റ്റ് ഒരു രാഷ്ട്രീയ സംഘടനമല്ല. അതാണ് കണ്ണൂർ ഇങ്ങനെ പോയിരുന്നത്. നിർത്തണമെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള വരേണ്യ വർഗം, ഇവിടെ സമ്പന്ന വർഗം, ഇവിടെയുള്ള കോർപ്പറേറ്റുകൾ അവരുടെ ചട്ടുമാണ് കോൺഗ്രസും BJP വിചാരിക്കുന്നത്. അവനിങ്ങനെ നിന്നു കൊടുക്കണം. പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് ധൻരാജത്തിന്റെ കൊലപാതകത്തിന് ശേഷമുള്ള അതിന്റെ ഒരു ബാക്കി പത്രമാണ് സംഭവിച്ചത്. ശ്രീ പി ജയരാജൻ, ഇതാണ് യൂത്ത് കോൺഗ്രസിലൂടെ വന്ന അങ്ങനെ എല്ലാത്തിനും ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം കൃത്യമായി സ്പെസിഫിക് ആയി പഠിച്ചാലേ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും ശ്രീ പി ജയരാജൻ ചർച്ച അവസാനിപ്പിക്കാൻ സമയപരിമിതി ഉള്ളതുകൊണ്ട് വെറും 10 സെക്കൻഡിനുള്ളിൽ താങ്കൾ നിർത്തുകയും വേണം. അതായത് ഇങ്ങനെയാണ് ഖദർ ധരിച്ചത് ചെന്നിത്തല മാത്രമല്ല, PS സലീം കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഏത് വിധത്തിലാണ് ഈ ഘട്ടത്തിൽ പുലർത്തേണ്ടത്? ഒപ്പം CPIM-ഉം ജാഗ്രതായ ഒരു രാഷ്ട്രീയ ജാഗ്രത പുലർത്തേണ്ട ഈ ഘട്ടത്തിൽ ഫാസിസ്റ്റ് അജണ്ടയിലേക്ക് പ്രവർത്തകരാരും വീഴാതെ. കൊലയാളികളെ ന്യായീകരിക്കാനാണല്ലോ, RSSകാരായിട്ടുള്ള കൊലയാളികളെ ന്യായീകരിക്കാനാണ് ചെന്നിത്തല ശ്രമിച്ചത്. അതിനെതിരായിട്ടുള്ള പ്രതികരണമാണ് എൻ്റെ ഭാഗത്തുണ്ടായത്. പിന്നെ രാജേഷ് സംഘർഷങ്ങളുടെ ചരിത്രം പരിശോധിക്കണം, പഠിക്കണം. അത് യഥാർത്ഥത്തിൽ ദിനേശ് പിടി, ഗണേഷ് പിടി, അതിൻ്റെ തർക്കത്തിൽ ഗണേഷ് പിടി മുതലാളിയുടെ പക്ഷത്തായിരുന്നു RSS, അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ പക്ഷത്തായിരുന്നു CPIM. മാത്രമല്ല രാഷ്ട്രീയ സംഘർഷത്തിൽ ആദ്യമായിട്ട് കൊല ചെയ്യപ്പെട്ട ഒരു RSSകാരൻ്റെ പേര് പറഞ്ഞല്ലോ. അതെങ്ങനെയാ സംഭവിച്ചതെന്ന് രാജേഷ് മനസ്സിലാക്കിയിട്ടുണ്ടോ? 16 വയസ്സുകാരനായിട്ടുള്ള ഇന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ SSLCക്ക് പരീക്ഷ എഴുതിയിട്ട് തലശ്ശേരി പട്ടണത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ തലതല്ലി പൊളിച്ചു. തുടർന്നിട്ടുള്ള സംഘർഷത്തിലാണ് രാമകൃഷ്ണൻ പരിക്കേറ്റത്. 2ാം ദിവസമാണ് രാമകൃഷ്ണൻ മരണപ്പെട്ടത്. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ തല്ലിയത് നല്ല തല്ല്, അതിന് യാതൊരു കുറ്റവുമില്ല. പിന്നീടുള്ള സംഘർഷത്തിൽ ഒരാൾക്ക് മാരകമായി പരിക്കേറ്റ് 2ാം ദിവസം ഒരാൾ മരിച്ചപ്പോൾ അത് ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകവുമായി
ഇത് ചരിത്രവുമായി പൊരുത്തപ്പെടുന്നതല്ല. അതുകൊണ്ട് RSS CPM സംഘർഷത്തിന്റെ ചരിത്രം കൃത്യമായി പഠിക്കണം എന്നാണ് എനിക്ക് രാജേഷിനോടും സലീമിനോടും മറ്റും പറയാനുള്ളത്. തീർച്ചയായും ഈ ഘട്ടത്തിൽ അക്രമ രാഷ്ട്രീയം എന്തു തന്നെയായിരുന്നാലും എതിർക്കപ്പെടേണ്ടതാണ്. പക്ഷേ ആ അക്രമത്തിലേക്ക് പോകാതിരിക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രതയും നാം പുലർത്തണം. ആടിനും ചെന്നായ്ക്കുമിടയിൽ നിഷ്പക്ഷത പാലിക്കാതെ തന്നെ